ചെക്കൻ്റെ നൃത്തവും വായനയൊക്കെ കണ്ടിട്ട് എക്സാമിന്റെ പ്രിപ്പറേഷൻ ആണെന്നൊന്നും വിചാരിക്കേണ്ട. ഇതാണ് ഞങ്ങളെ കൂട്ടത്തിലെ ഷെഫ് മിസ്റ്റർ സുബൈർ. ഇന്നൊരു ഒഴിവ് ദിവസമാണ് കേട്ടോ. അപ്പൊ യാസർഖന്റെ വീട്ടില് എല്ലാരും കൂടി ഒന്ന് കൂടാന്ന് വിചാരിച്ചു. ആ കിച്ചണ് ഞങ്ങൾ അങ്ങോട്ട് ഏറ്റെടുത്തു. കയ്യിലിരിപ്പോണ്ട് കൈ നെട്ടിന്റെ വണ്ടി ഇട്ടിട്ടുണ്ടെങ്കിൽ ചെയ്യുന്ന വർക്കിൽ നമുക്ക് ആത്മാർത്ഥത ഉണ്ട്. അതിൻ്റെ വെള്ളം കഴിഞ്ഞിട്ട് പിന്നെ അബു ക്ലീനിങ് അപ്പപ്പോ നമുക്ക് ചെയ്യണം. അബുവിനാണെങ്കിലും സുബൈറിനാണെങ്കിലും അങ്ങനെ തന്നെ. എനിക്ക് പിന്നെ ഈ വീഡിയോ എടുക്കണല്ലോ. മസാല കൂട്ടുകളൊക്കെ ഓരോ സെറ്റ് ആക്കി മാരിനേറ്റ് ചെയ്യണം. നിങ്ങൾ ഇത് കേട്ടോ, നമ്മൾ ഹോം മെയ്ഡ് ആയിട്ട് ബ്രോസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ കുറച്ച് പുട്ടിന്റെ പൊടിയൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ക്രിസ്പി ആകും എന്ന് പറയുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഏത് പ്രതിസന്ധിയിലും നമ്മൾ തളരൂല എന്ന് പറയില്ലേ, അതാണിത്. യെസ്, അഡ്ജസ്റ്റ്മെന്റ് ഇതാ മുഖ്യം ബിഗില്. അപ്പൊ അങ്ങനെ ചട്ടിയൊക്കെ വെച്ച് എണ്ണ ഒഴിക്കണ പരിപാടി തുടങ്ങി കേട്ടോ. ഞാൻ പിന്നെ മോട്ടർ ഇടാൻ പോയി. എണ്ണയിലേക്ക് മുളകും പൊടി ഇടാനുള്ള പരിപാടിയാണ്. അല്ലാണ്ട് എന്താ പറയാ, ചിക്കൻ പീസ് ഒക്കെ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാണ് കേട്ടോ. എണ്ണയിലിടണ പരിപാടിയാണ് നെക്സ്റ്റ്. എങ്ങനെ നമ്മുടെ നായകൻ എത്തിയിരിക്കുന്നു ഗോയ്സ്. എത്ര ലേറ്റ് ആണെങ്കിലും സമയത്തിന് ഓൻ എത്തും. എന്തായാലും വന്നതല്ലേ, ഓനക്ക് അപ്പത്തിനൊരു പണിയും കൊടുത്തു. രണ്ട് ചട്ടിയിലായിട്ട് സാധനം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അത് ടേസ്റ്റും ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ചെക്കൻ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പൊ പിന്നെ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി, അടിപൊളി. അബു പിന്നെ ബാക്കി വന്നത് പൊരിക്കാണ് കേട്ടോ. ഞാനൊരു ചിക്കൻ പീസ് വെച്ച സമയത്ത് പെങ്ങളൂട്ടിന്റെ പേരും പറഞ്ഞു തന്നൊരു പീസാണിത്. എനിവേ അബുവിന്റെ പെങ്ങളൂട്ടി ഇത് കാണുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കും. ഇനി ഇത് കണ്ടിട്ട് അബുവിനെ വിലയിരുത്താൻ നിൽക്കണ്ട കേട്ടോ, ഓന് പൊളിയാ. പിന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ചിക്കനൊക്കെ നമ്മൾ ബാപ്പുവിന്റെ അടുത്ത് കൊണ്ട കൊടുക്കാറുണ്ട്. ആ ഒരു എക്സ്പ്രഷൻ ആ മുഖത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ബാപ്പു ഞങ്ങൾക്ക് 100-ൽ 101 മാർക്കും തന്നിട്ടുണ്ട്. ആ കിച്ചണിലൂടെ പിന്നെയും പൊരിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവർക്ക് ബ്രോസ്റ്റ് കിട്ടാൻ തികയായിട്ടൊന്നല്ല ടീം മുളകടിക്കണത്. ജസ്റ്റ് ചാലഞ്ച്. കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഓൺ ദ സ്പോട്ട് തന്നെ സുബൈർ ക്ലീനിങ് തുടങ്ങി. സംഭവം റെഡി ആയിട്ട് ഒരുപാട് ടേസ്റ്റ് ഒക്കെ ശേഷം മിച്ചം വന്നതാണിത്. കിച്ചണിൽ പോയി നോക്കുന്ന സമയത്ത് പുട്ടുണ്ടായിന്, ചോറുണ്ടായിന്. അതെടുത്തിട്ട് യാസർഖന്റെ റൂമിൽ പോയിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നീണ്ടു നേർന്ന് അങ്ങ് കിടന്നു. ഓരോരുത്തരായിട്ട് ഓരോ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ടൈം അങ്ങ് സ്പെൻഡ് ചെയ്തു. നമ്മൾ അബോക്കെ ഗൾഫ് പോണിന്റെ മുന്നെടുത്ത വീഡിയോ ആണിത്. സോ ഈ ഒരു വീഡിയോ അവൻ അവിടുന്നാവും കാണുന്നത്. ഓനെ കിട്ടിയ ചങ്ങായിമാരോട് എനിക്ക് പറയാനുള്ളത്, കൂടെ കൂട്ടാൻ പറ്റിയൊരു മുതലാണ് ഓന് മാത്രമല്ല സുബൈറാണെങ്കിലും ഷഫിയാണെങ്കിലും യാസറാണെങ്കിലും എല്ലാവരും. ഞങ്ങൾ ചായലും കുടിച്ചിന്റെ ശേഷമാണ് കേട്ടോ അവിടുന്ന് തിരിച്ചു പോകണം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇറ്റ്സ് മീ ബാദ്ഷാ. സ്റ്റേ ട്യൂൺഡ് ഫോർ നെക്സ്റ്റ് വീഡിയോ. ബൈ.